ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ഇന്ന് നമുക്ക് ചോദിക്കാം. ഇന്ന് ആരുടെ ത്യാഗമാണ് ഞാൻ ശ്രദ്ധിക്കാതെ പോയത്? ആരുടെ കോപത്തിന് പിന്നിലെ വേദനയാണ് ഞാൻ കാണാതെ പോയത്? ആരുടെ മൗനത്തിന് പിന്നിലെ ഏകാന്തതയാണ് ഞാൻ കേൾക്കാതെ പോയത്? ആരുടെ ക്ഷീണത്തിന് പിന്നിലെ വിശ്രമമാണ് ഞാൻ മടിയെന്ന് തെറ്റിദ്ധരിച്ചത്? ആരുടെ നല്ല മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തെയാണ് അയാളുടെ പഴയ തെറ്റുകളുടെ പേരിൽ ഞാൻ മാനിക്കാതെ പോയത്? ആത്മീയമായ തലത്തിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ദൈവം നൽകിയ ഏത് ചെറിയ കൃപയാണ് ഞാൻ വെറും സാധാരണ സംഭവമായിട്ട് കണ്ടത്? ദൈവത്തിൻ്റെ ഏത് വചനമാണ് എൻ്റെ ചെവിയിൽ പതിച്ചിട്ടും ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ പോയത്? ഏത് അനുഗ്രഹത്തെയാണ് ഞാൻ അവകാശമായിട്ട് കരുതി ദൈവത്തിന് നന്ദി പറയാതെ പോയത്? പരീക്ഷണത്തിൻ്റെ പിന്നിലെ ഏത് ആത്മീയ പാഠമാണ് ഞാൻ വേദന മാത്രമായി കണ്ട് വിലമതിക്കാതെ പോയത്? വൈകിയ ഏത് ഉത്തരത്തിനുള്ളിലാണ് ദൈവത്തിൻ്റെ സമയത്തെ ഞാൻ അവഗണിച്ചത്? നിരാശയുടെ പിന്നിലെ ഏത് പുതിയ വഴിയാണ് ഞാൻ കാണാതെ പോയത്? ഏത് തിരുത്തലിനെയാണ് ദൈവത്തിൻ്റെ വിളി എന്നതിന് പകരം അപമാനമായിട്ട് ഞാൻ കണ്ടത്? ഏത് ദരിദ്രൻ്റെ മുഖത്തിലാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞാൻ കാണാതെ പോയത്? ശുശ്രൂഷ ചെയ്യാനുള്ള ഏത് അവസരത്തെയാണ് കൃപയായിട്ട് കാണാതെ ഭാരമായി ഞാൻ കണ്ടത്? ഏത് ആത്മീയ ശീലമാണ് സ്നേഹമില്ലാത്ത പതിവായി എൻ്റെ ജീവിതത്തിൽ മാറിയത്? നമുക്ക് പ്രാർത്ഥനയോടെ ചോദിക്കാം, കർത്താവേ, ഇന്ന് എൻ്റെ കണ്ണിന് മുന്നിലൂടെ കടന്നുപോയ ഏത് നിധിയെയാണ് ഞാൻ തിരിച്ചറിയാതെ പോയത്? കർത്താവേ, ഇന്ന് എൻ്റെ ആത്മാവിൻ്റെ വയലിൽ നീ ഒളിപ്പിച്ച ഏത് നിധിയെയാണ് ഞാൻ കാണാതെ പോയത്?